നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രാശിചക്രത്തിലെ 18ാമത്തെ നക്ഷത്രമായിട്ടുള്ള തൃക്കേട്ട അഥവാ കേട്ട എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ജ്യേഷ്ഠ എന്ന് പറയും സംസ്കൃതത്തിൽ. ജ്യേഷ്ഠ നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് വൃശ്ചിക രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ബുധൻ്റെ ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനും, അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനും ആണ്. ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ മുതിർന്നയാൾ എന്നൊരർത്ഥമുണ്ട്. ശ്രേഷ്ഠൻ എന്നൊക്കെ ജ്യേഷ്ഠയ്ക്ക് പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അധികാരം, ജ്ഞാനം, ഉത്തരവാദിത്വം, ഓൾഡ് അല്ലെങ്കിൽ ധൂമാവതി എന്നൊക്കെയാണ് പല അർത്ഥങ്ങളാണ് ജ്യേഷ്ഠ നക്ഷത്രത്തിന് പറയുന്നത്. എൻ്റെ ജ്യേഷ്ഠ എന്നുള്ള നാമത്തിന് സംസ്കൃതാർത്ഥമായിട്ട് പറയുന്നത്. എന്തു തന്നെയായാലും ഇന്ദ്രൻ്റെ നക്ഷത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള നക്ഷത്രമാണ്, എന്നാൽ കുറച്ച് ദോഷങ്ങളുള്ള നക്ഷത്രമാണ്. ജ്യേഷ്ഠ, തിരുവാതിര തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങൾ. ജ്യേഷ്ഠ, തിരുവാതിര, അതുപോലെ തന്നെ മൂലം, അതേപോലെ തന്നെ മകം തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങൾക്കൊക്കെ ഈ വിവാഹ സംബന്ധമായിട്ട് തിരുവോണം ഒക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുള്ള നക്ഷത്രമാണ്. അത് നക്ഷത്രം മാത്രം വന്നുകൊണ്ട് കാര്യമില്ല. ഈ നക്ഷത്രത്തിൽ ജനിക്കുകയും 7ാം ഭാവാധിപനും ശുക്രനും നക്ഷത്രാധിപനും ഒരുപോലെ പിഴച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒരുപോലെ 6 ദുസ്ഥാനങ്ങളിലാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളൊരു നക്ഷത്രമാണ്. എന്തായാലും നമുക്കിതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാം. ജ്യേഷ്ഠ നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു എന്ന് പറയുന്നത് മാതളവും, കേഴമാനാണ് മൃഗവും, പക്ഷി കോഴിയും, അസുരഗണത്തിൽപ്പെട്ട പുരുഷയോനി നക്ഷത്രമാണ്. മസ്കുലൈൻ ക്വാളിറ്റി ഉള്ള അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാവുകയും ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ഇന്ദ്രൻ ദേവതയാവുകയും ചെയ്യുമ്പോൾ തന്നെ പരസ്പര വൈരുദ്ധ്യത ഈ നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ദേവേന്ദ്രൻ, അപ്പോൾ ദേവന്മാരുടെ രാജാവായിരിക്കുമ്പോൾ നന്മയുടെ അങ്ങേയറ്റവും അതുപോലെ തന്നെ അസുര നക്ഷത്രവും കൂടിയായതുകൊണ്ട് ആസുരിക സ്വഭാവവും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട എന്നുള്ളത്. തൃക്കേട്ട നക്ഷത്രം ദക്ഷിണചാരിയാണ്. അതുപോലെ തന്നെ കുണ്ടലാകാരമാണ് ഇതിൻ്റെ രൂപം. അതുപോലെ തന്നെ തിരിമുഖ നക്ഷത്രമാണ്. തീക്ഷ്ണദാരുണമായിട്ടുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു നക്ഷത്രവും കൂടിയാണ്. കേട്ട എന്ന് പറയുന്ന ഒരു സാധാരണ നക്ഷത്രമാണ്. പഞ്ചഭൂതങ്ങളിൽ വായു നക്ഷത്രമാണ്. 3 സംഖ്യ. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വിഷകടി എന്ന് പറയുന്നത് 14 നാഴിക മുതൽ 18 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 20 നാഴിക മുതൽ 30 നാഴിക വരെയും, അമൃതകടി എന്ന് പറയുന്നത് 38 നാഴിക മുതൽ 42 നാഴിക വരെയുമാണ് ഇതിൻ്റെ ഇത്. മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് അസ്ട്രോളജിയെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് സത്ഫലവും ഗുണപരമായിട്ടുള്ള ഫലങ്ങളും കണ്ട ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ ഈ വിഷയങ്ങളിലൂടെ പറയുന്നത്. വാസ്തവത്തിൽ ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻസ് ധാരാളമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഒറ്റ പ്രാവശ്യം കണ്ട് എല്ലാവരും കളയും. വാസ്തവത്തിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ടും അത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ നക്ഷത്രങ്ങളുടെയും വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരുപാട് വീഡിയോസ് വരുന്ന ഈ കാലഘട്ടത്തിൽ, കാരണം അതുപോലാണ് ഇൻഫർമേഷൻസ് പമ്പ് ചെയ്യുന്നത്. അനവധി മാർക്കറ്റിംഗ് ടൂളുകളായിട്ട് അസ്ട്രോളജിയൊക്കെ എന്ന് പറയുന്നൊരു വലിയ ബിസിനസ്സാണ്. അസ്ട്രോളജി മാത്രമല്ല, എല്ലാം നമ്മൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ അന്വേഷിക്കുന്നതിന് പകരം ഇന്നത്തെ കാലങ്ങളിൽ സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിലേക്ക് അത്രത്തോളം ഇൻഫർമേഷൻ എത്തിച്ചിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുമ്പം 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കളഞ്ഞിട്ട് ആൾക്കാരത് കളയും. പക്ഷെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ എന്തിനാണ് കൂടുതലായിട്ട് പറയുന്നതെന്നുള്ളത്. ഞാൻ വാസ്തവത്തിൽ ഒരാൾ ഇത് ശരിക്കും സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഗുണഫലങ്ങളും ദോഷഫലങ്ങളും, ഗുണദോഷങ്ങൾ നമ്മൾ എന്തായാലും ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നതാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു സന്തോഷം, അതിനനുസരിച്ച് അവരുടെ ജീവിതം മാറ്റാൻ നോക്കുമെങ്കിലും അസ്ട്രോളജി സീരിയസ് ആയിട്ട് മനസ്സിലാക്കണമെന്ന് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു കടൽ പോലെ കിടക്കുന്നൊരു ശാസ്ത്രമാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും തെറ്റും സംഭവിക്കും. നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. അപ്പം ഈ ഗുണപരമായിട്ടുള്ള ഫലങ്ങളെ
ഓടൊപ്പം തന്നെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ഉഷ്ണശികയും വിഷകടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അത് വെച്ച് തന്നെ പല സമയങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തു തന്നെ ആയാലും പഠിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, പഠിക്കാൻ കഴിയട്ടെ. സരസ്വതി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ജ്യോതിഷത്തിൻ്റെ അറിവിൻ്റെ ദേവത അനുഗ്രഹിക്കട്ടെ. അല്ലാത്തവർക്കും അതിൻ്റെ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവരുടെ ഫലങ്ങളെക്കുറിച്ച് അറിയാനും അതിനനുസരിച്ച് അവരുടെ ജീവിത രീതികൾ മാറ്റാനും സത്ഫലങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും അവരുടെ നിയോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് കടക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ വ്യക്തിത്വവും നിരവധി ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിലൊന്നാമത്തത് നേതൃത്വ പാഠവും അധികാരവുമാണ്. ദേവരാജനായിരിക്കുന്ന ഇന്ദ്രൻ്റെ നക്ഷത്രമായതിനാൽ, അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന നക്ഷത്രമായതിനാൽ ഇവർക്ക് സ്വതവേ സ്വസിദ്ധമായിട്ട് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് തന്നെ നേതൃത്വ ഗുണവും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഒക്കെ നയിക്കാനും നിയന്ത്രിക്കാനും ഒക്കെയുള്ളൊരു സാമർഥ്യം ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബുദ്ധികൂർമ്മതയും കാര്യശേഷിയുമാണ്. ബുധൻ്റെ നക്ഷത്രമാണ്. ബുധൻ എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ, കാൽക്കുലേഷൻ, ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഹാസ്യ രുചി, അപ്പോൾ ഹാസ്യം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നന്നായിട്ട് കഴിവുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിയൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വൈശ്യ സ്വഭാവമാണ്, ഒരു കാൽക്കുലേറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പം നക്ഷത്രാധിപൻ ബുധനായതുകൊണ്ട് ഇവർക്ക് ഉയർന്ന ചിന്താശേഷിയും ബുദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ്. ലോജിക്കൽ മൈൻഡ് സെറ്റ് പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളവരുടെ. ഏതു കാര്യങ്ങളും വേഗത്തിൽ ഗ്രഹിക്കാനും ബുദ്ധിപരമായിട്ട് ലോജിക്കലായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനുമുള്ള ഇവരുടെ ശേഷി വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംരക്ഷണ മനോഭാവം. ജ്യേഷ്ഠ എന്നതിന് പഴയത് മൂദേവി അല്ലെങ്കിൽ ഈശ്വരനായി വരുന്നതിന് പൂർണ്ണതയിലേക്ക് വരുന്ന മഹാലക്ഷ്മിയായി വരുന്നതിന് മുമ്പുള്ള മോശാവസ്ഥ, വാർദ്ധക്യം, മുതിർന്ന ആള് എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ജ്യേഷ്ഠ എന്ന് പറയുന്നത്. അപ്പം ജ്യേഷ്ഠയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വീട്ടിലെ മുതിർന്ന ആളാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനും ഇവരെപ്പോഴും മുൻപന്തിയിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം മൂത്ത ആളല്ലെങ്കിൽ പോലും, ഇപ്പം മുതിർന്ന ആളല്ലെങ്കിൽ പോലും ഒരു മൂത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ ഒരു ഉത്തരവാദിത്ത ബോധം ഇവർക്കെപ്പോഴും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇവരുടെ ആ ഒരു സംരക്ഷണ മനോഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വളരെ ഗുണമാണ്. കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഫാമിലിയോട് അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ബുധനും ലഗ്നാധിപനും ഒക്കെ അതേപോലെ തന്നെ ഈ ഓരോ പറയുന്ന വിഷയങ്ങൾ പറയുന്ന ഭാവങ്ങളോടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സംരക്ഷണ മനോഭാവം എന്ന് പറയുമ്പം 4ഉം 7ഉം ഒക്കെയാണ് സംരക്ഷണം എന്ന് പറയുന്നത്. നിവർത്തി സ്ഥാനം, അതുപോലെ തന്നെ 4ാം ഭാവം ഹോമാണ്. അപ്പം ഈ 4ൻ്റെയും 7ൻ്റെയും ഭാവാധിപന്മാർ മോശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംരക്ഷണ മനോഭാവമേ ഉണ്ടാകത്തുള്ളൂ, അത് നടക്കത്തില്ല. അപ്പോൾ അതും കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ഇതെല്ലാം ഞാൻ പറയുമ്പം ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള പോസിറ്റിവിറ്റിയും എക്സ്ട്രീമായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ള പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഓരോ ജാതകങ്ങൾക്കും ഓരോ രീതിയായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. ഞാൻ ഒരു വിഷയം ബുദ്ധികൂർമ്മതയും കാര്യശേഷിയും എന്ന് പറയുമ്പോൾ തന്നെ കാര്യശേഷിയൊക്കെ വരുന്നത് 10 കൊണ്ടും ബുദ്ധികൂർമ്മത പ്രജ്ഞാമേധ ഒക്കെ വരുന്നത് 5 കൊണ്ടുമാണ്. അപ്പോൾ 5ാം ഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും ബലം അനുസരിച്ചിരിക്കും ഇവർക്ക് ആ ഒരു വിഷയം എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ധൈര്യവും വീര്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് ആക്കാം എന്നുള്ള ഒരു കാര്യം പറയുമ്പം ബുധനാണത്. ഇവരുടെ നോക്കുന്ന തൃക്കേട്ടക്കാരുടെ 3rd ഹൗസിൻ്റെ ബലവും കൂടി അതിനെ സ്വാധീനിക്കും. ഇത്രയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചിന്തിച്ചോണം കേട്ടോ. അതെല്ലാ നക്ഷത്രങ്ങൾക്കും എല്ലാ ഗ്രഹനിലകൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതും കൂടി ഓർത്തുകൊള്ളുക. അടുത്തത് ഉദാരമനസ്കതയാണ്. പുറമേ ഭയങ്കര അടുത്ത ഇവരുടെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഉദാരമനസ്കതയാണ്. പുറമേ പരുക്കനായിട്ട് തോന്നുമെങ്കിലും
കുറേ ജീവിതാനുഭവങ്ങളും ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് പരുക്കൻ സ്വഭാവമായിട്ട് തോന്നുമെങ്കിലും ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഉദാര മനസ്ഥിതിയും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും ഉദാരശീലരുമൊക്കെ ആയിരിക്കും എന്നുള്ളതും ഞാൻ ഒബ്സർവ് ചെയ്ത തൃക്കേട്ടക്കാരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയിൽ ഒരു കാര്യമാണ്. ഇനി അവരുടെ എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. ഈ ഇന്ദ്രൻ്റെ നക്ഷത്രമായതുകൊണ്ടും അസുരന്മാരോട് തൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോട് യുദ്ധം ചെയ്ത് എപ്പോഴും തങ്ങൾ ആഗ്രഹിക്കുന്ന പദവിയും സ്ഥാനവും നിലനിർത്താനും നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം ഇവർ ചെയ്യും എന്നുള്ളത് ഒരു കഴിവാണ്. അതും വളരെ ക്വാളിറ്റിയോടുകൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ബന്ധങ്ങൾ, ആ സ്ഥാനമാനങ്ങൾ നിലനിർത്തുക, ആ ലീഡർഷിപ്പ് നിലനിർത്തുക, വീട്ടിൽ തന്നെയാണെങ്കിലും ആ സ്ഥാനം നിലനിർത്തുക, ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു പ്രയത്നമുണ്ട്. പദവിയും സ്ഥാനവും തൃക്കേട്ടക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു ഈ നക്ഷത്രങ്ങളിൽ ഏറ്റവും വലിയ റെഡ് ജെയിൻ്റെ നക്ഷത്രം തൃക്കേട്ടയാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ സ്റ്റാറാണത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു പദവിയും ഇതും നിലനിർത്താനുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. ഇനി നമുക്ക് ദുഷ്ഫലങ്ങളെക്കുറിച്ച് പറയാം, ദോഷഫലങ്ങളെക്കുറിച്ച് പറയാം. കുറേ ക്വാളിറ്റീസ് ഉള്ള, കുറേ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് വീട്ടിലുള്ളവരെക്കാട്ടിലും കൂടുതൽ ഇവരെ കൊണ്ട് ഉപയോഗം മറ്റുള്ളവർക്കാണെന്നുള്ളതാണ്. ഇവരുടെ കൂടെ നിൽക്കുന്ന, ചുറ്റുപാടും നിൽക്കുന്നവർക്കാണ് കൂടുതലും ഇവരെ കൊണ്ട് ഗുണമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരവരെ കൊണ്ടുണ്ടാകുന്നതിനേക്കാളിലും ഗുണം, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലിക്ക് ഇവരെ കൊണ്ടുണ്ടാകുന്ന ഗുണത്തെക്കാട്ടിലും കൂടുതൽ ചുറ്റുപാടും നിൽക്കുന്നവർക്ക് ഇവരെ കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ദ്രൻ്റെയും അതേപോലെ തന്നെ അസുര നക്ഷത്രവും അതുപോലെ വൃശ്ചികൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രവും കൂടി ആയതിനാൽ ബുധൻ, ഇന്ദ്രൻ, വൃശ്ചികൻ രാശി, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് വരികയും ചന്ദ്രൻ നീചനാവുന്ന ക്ഷേത്രവും കൂടി ആയതിനാൽ അഹംഭാവവും താൻ പൊരുമയും കുറച്ച് കൂടുതലായിരിക്കുന്നു. അധികാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ ഇവർ വന്ന വഴി മറന്നു പോകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അഹംഭാവം ഉടലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത്, വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആരെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പം തങ്ങൾ ശരിയാണെന്നും മറ്റുള്ളവർ തനിക്ക് കീഴിലുള്ള ആൾക്കാരാണെന്നുമുള്ള ചിന്ത ഇവരിൽ ശക്തമായിരിക്കുന്നു. എല്ലാം പോസിറ്റീവ് മാത്രം പറഞ്ഞ് സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം. ഇത് കണ്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ചിന്തിച്ച് ഈ പറയുന്ന കുഴപ്പങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റുകയും ഇതിൽ പറയുന്ന ഗുണങ്ങൾ, ഈ നക്ഷത്രം കൊണ്ട് സാധിക്കുന്ന ചില ഗുണങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം ജീവിതം ഭംഗിയായിത്തീരും. ഒരു ജീവിതമല്ലേ ഉള്ളൂ. കത്തിച്ചു വെച്ച് നിലവിളക്ക് പോലെ ഓരോ ദിവസം കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ സമയം കഴിയും തോറും എണ്ണ തീർന്നു പോകുന്ന പോലെ നമ്മുടെ ആയുസ്സിൻ്റെ സമയവും തീർന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് കേൾക്കുമ്പം ഈഗോ ഹർട്ട് ചെയ്യാതെ തുറന്ന മനസ്സോടുകൂടി കേട്ട് ഇതിൻ്റെ ദോഷഫലങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ ജീവിതം ഭംഗിയാവും, സന്തോഷപൂർണ്ണമാവും, നമുക്ക് സമാധാനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. അത് മിക്ക വീഡിയോസിലും ആരും ദോഷഫലങ്ങൾ പറയാതെ പോസിറ്റീവ് മാത്രം പറഞ്ഞു പോകും. ഞാൻ കണ്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും ഞാൻ കൺസൾട്ടേഷൻ എടുത്തവരിൽ കണ്ടിട്ടുള്ളതും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ, അത് കറക്റ്റായിട്ട് വരും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ അടുത്തത് അസൂയയും സ്വാർത്ഥതയുമാണ്. പ്രത്യേകിച്ച് തൃക്കേട്ടയിൽ സ്ത്രീ ജനിച്ചാൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ, അത് ആണുങ്ങളാണേലും, ഈ ചന്ദ്രൻ നീചനാവുകയും ഈ പറഞ്ഞ ബുധനൊക്കെ മോശമാവുകയൊക്കെ ചെയ്താൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. അതായത് ഇവരാഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് ബാക്കി ആരെങ്കിലും കയറിപ്പോയാൽ നന്നായി കുറ്റം പറയുകയും ഒക്കെ ചെയ്യും. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചില തൃക്കേട്ടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ഒരുപാട് നന്മയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സ്വാർത്ഥത വരുമ്പം വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ചില ന്യായങ്ങൾ യുക്തിസഹമല്ല എന്നുള്ളതും എൻ്റെ അനുഭവമാണ്.
പക്ഷേ കൺസൾട്ടേഷൻ എടുക്കുന്നതായതുകൊണ്ടും ഒരു വഴിക്ക് അതിൻ്റെ അന്നമായതുകൊണ്ടും മൗനമായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ സമയത്തും. പക്ഷേ വീഡിയോയിൽ എനിക്കത് പറയാമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാ നേട്ടങ്ങളും നേരായ മാർഗത്തിലൂടെ സാധിച്ചെടുത്താൽ നല്ലതല്ലേ, ഇന്ദ്രനായി തന്നെ വാഴാം. അതുപോലെ തന്നെ ബുധൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ബുധൻ പിഴച്ചാലുള്ളൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ്റെ നെഗറ്റിവിറ്റി. ടോക്സിസിറ്റിയും ഗോസിപ്പും സ്പ്രെഡ് ചെയ്യാനും പറയാനുമുള്ളൊരു ടെൻഡൻസി വരും എന്നുള്ളതാണ്. തങ്ങളുടെ ബുദ്ധിശക്തി മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും അവരെ വിമർശിക്കാനും ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ഇത് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുകയും ക്രിക്കറ്റക്കാർ ഒറ്റപ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തത് വൃശ്ചിക രാശി, രാജാവിൻ്റെ നക്ഷത്രം, രാജാവ് ദേവേന്ദ്രൻ്റെ നക്ഷത്രം, അതേപോലെ തന്നെ ബുധൻ, ചൊവ്വയുടെ രാശി, ഇതെല്ലാം കൂടെ വന്നുകൊണ്ട് മുൻകോപം. അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഈ ദോഷഫലങ്ങൾ പറയുമ്പം എന്നോട് ദേഷ്യം തോന്നണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം മുൻകോപം ഉണ്ടാവും. തങ്ങളുടെ അധികാരത്തെയോ അഭിപ്രായത്തെയോ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പെട്ടെന്ന് ദേഷ്യം വരും. ഒന്ന് ഇരുത്തി സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ദേഷ്യവും. പലപ്പോഴും ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്നതാണ്. ഇവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ഇവരുടെ ശത്രുക്കളായി മാറുന്നതും കാണാം. അതിന് പ്രധാന കാരണം തങ്ങളുടെ അധികാരത്തെയും അഭിപ്രായത്തെയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഇവർ പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് തോന്നും. ഈ ഒറിജിനൽ ഫെമിനിസം അല്ലാതെ ജസ്റ്റ് ഈ സോക്കോൾഡ് ഫെമിനിസം ഒക്കെ ഉണ്ടല്ലോ. സോക്കോൾഡ് ഫെമിനിസം മാത്രമല്ല, മെയിൽ ഷോവിനിസം. പ്രത്യേകിച്ച് കഴിവും ഒന്നുമില്ല, പക്ഷേ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചു സ്വാതന്ത്ര്യത്തെപ്പറ്റി വല്ലാണ്ട് സംസാരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ ചിന്താധാരകൾക്കോ മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കോ ഒരു തരത്തിലുള്ള വാല്യൂ കൽപ്പിക്കാത്ത ഒരു രീതി. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് തൃക്കേട്ട് വൃശ്ചികൻ രാശിയാണോ എന്ന്. മിക്കപ്പോഴും ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ തന്നെ ഇതെന്താ വൃശ്ചികൻ രാശി ഉദയ സമയത്താണോ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടാം ഭാഗം വൃശ്ചികത്തിലൂടെയാണോ പോകുന്നതെന്നൊക്കെ തമാശയ്ക്ക് പറയും. അപ്പം ആ ഒരു തങ്ങളുടെ അധികാരത്തെയോ അഭിപ്രായത്തെയോ ആരെങ്കിലും ചോദ്യം ചെയ്തവർ പെട്ടെന്ന് ദേഷ്യം വരികയും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതി വരികയും ചെയ്യും. അതാണ് സ്വയംകൃത അനർത്ഥമാണ്, ആ തേളാണ്. സ്വയം കുറേ കാലം അത് അധികാരമുള്ളിടത്ത് പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നിടത്ത് പറ്റും. പക്ഷേ ഇവരുടെക്കാളിലും മുകളിൽ കഴിവുള്ള, ബലമുള്ള, അധികാരമുള്ള, ശക്തിയുള്ള ആൾക്കാരുടെ അടുത്ത് ഈ ബലം കാണിച്ചാൽ അവസ്ഥ എന്തായിരിക്കും? തേള് സ്വയം കുത്തി മരിക്കുന്ന പോലെ മരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ജ്യേഷ്ഠ എന്നുള്ളതാണ് ഒരു വിരക്ത സ്വഭാവം ഇടയ്ക്ക് ഇവർക്ക് വരും എന്നുള്ളതാണ്. പിന്നുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി. ഇന്ദ്രനെ പോലെ ആഡംബര ജീവിതം നയിക്കാനും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാനും ഇവർ അമിതമായിട്ട് താല്പര്യപ്പെടും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ദ്രൻ ദേവന്മാരുടെ ഇതാണ്, സമ്പദ് സമൃദ്ധി ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവിടെ ആ ആസുരിക സ്വഭാവം ഇവർക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർ അസുരന്മാരുടെ ഇന്ദ്രനായിട്ട് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോഴാണ് ദുരിതമുണ്ടാകുന്നത്. കാരണം സ്വാർത്ഥത കുറയുകയും കോൺട്രിബ്യൂട്ടർ ആവുകയും ചെയ്താൽ, ഇവരെപ്പോഴും കോൺട്രിബ്യൂട്ടർ ആയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇവരുടെ വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാം അങ്ങ് എടുത്തു കൊടുക്കണം, അങ്ങനെയല്ല, അളന്ന് കളയണം. മാറ്റിക്കളഞ്ഞാലും അത് അർഹതയുള്ളിടത്ത് വിദ്യയായാലും സമ്പത്തായാലും സ്നേഹമായാലും എല്ലാം അളന്ന് വേണ്ടിടത്ത് വേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നതാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രനെ പോലെ ആഡംബര ജീവിതം നയിക്കാനും എന്നാൽ ദേവന്മാരുടെ രാജാവായിരിക്കാനും പറ്റും. എന്നാൽ ഭൗതിക സുഖങ്ങൾ അമിതമായി ആസ്വദിക്കാനും സ്വാർത്ഥതയും ഒരുമിച്ച് കൂടിയാൽ ഇവരുടെ ഉള്ളിലെ നക്ഷത്ര സ്വഭാവമായിട്ടുള്ള ആസുരിക നേച്ചർ വരികയും അത് ഭാവിയിൽ ദുഃഖത്തിൽ കലാശിക്കുകയും ചെയ്യും. എപ്പോഴും അസുരന്മാർ ഇന്ദ്രനെ ആക്രമിക്കുന്ന എപ്പോഴാണ്? ഭൗതിക സുഖങ്ങളിൽ മുഴുകി ബലഹീനനാവുന്ന സമയത്താണ് ആസുരികത വന്ന്. പിന്നെ കാലക്രമേണ തപസ്സും അതേപോലെ തന്നെ ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഒരു തലം എത്തിക്കഴിയുമ്പോഴാണ് ദേവത അനുഗ്രഹിക്കുന്നതും അസുരന്മാരെ നശിപ്പിച്ച് അവരെ ദേവരാജ്യം അവരുടെ പഴയ അവസ്ഥയെ തിരിച്ച് അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് അർഹതപ്പെട്ടത് തിരിച്ചു കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ പുരാണ കഥകൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ക്ലൂസ് കിട്ടുകയും ചെയ്യും.
ഇനിയും ഈ നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധത്തെക്കുറിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രം അധികാരം, ഉത്തരവാദിത്വം, അഹംബോധം എന്നീ വിഷയങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കർമ്മഫലമായിട്ടുള്ളൊരു കാര്യം, തൃക്കേട്ട നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ച് ഈ ജന്മം അധികാരത്തിലും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ കുടുംബത്തിൽ നിന്നും അധികാര സ്ഥലങ്ങളിൽ നിന്നും അച്ഛൻ അമ്മ തുടങ്ങി ഇവരെ നിയന്ത്രിക്കേണ്ടടുത്ത് നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു എങ്കിൽ മുൻജന്മത്ത് ഇവർക്ക് ലഭിച്ച അധികാരത്തെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായിരിക്കും എന്നുള്ളതാണ് കർമ്മ സിദ്ധാന്തത്തിൻ്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെയാണ്. ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു തോട്ടുണ്ടാവും, ഒരു ചിന്തയുണ്ടാവും. ആ ചിന്തയ്ക്ക് ഒരു റീസണും ഉണ്ടാവും. ആ റീസണിനെ വിളിക്കുന്ന പേര് കർമ്മം എന്നാണ്. കർമ്മ പലതരത്തിലുണ്ട്. ഫിക്സഡ് ഉണ്ട്, മൂവബിൾ ഉണ്ട്, അതിൻ്റെ ഒരു മിക്സ്ചർ നേച്ചറുമുണ്ട്, ന്യൂട്രലും ഉണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള കർമ്മം വരും. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചെങ്കിൽ അവർ ജീവിതത്തിൽ അനവധി വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും. ഈ ജന്മത്തിൽ അവർക്ക് വീണ്ടും ആ സാഹചര്യങ്ങൾ വരികയും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഇവരുടെ നേതൃത്വപാഠവും ബുദ്ധിയും അവർ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി തൻ്റെ കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചാൽ തനിക്ക് അധികാരവും അതേപോലെ തന്നെ ഇന്ദ്രസ്ഥാനവും ലഭിക്കുമെന്ന് മനസ്സിലാക്കി അഹങ്കാരത്തിൽ നിന്ന് മാറി, അഹംബോധത്തിൽ നിന്ന് മാറി മറ്റുള്ളവരെ സംരക്ഷിക്കാനും ഇതും ചെയ്യാനുമുള്ള ഒരു യോഗം എനിക്ക് ഈ ജന്മമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. കോൺട്രിബ്യൂഷനാണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ കർമ്മപാഠം എന്നുള്ളത് ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ പൂർവജന്മത്തിൽ കർമ്മങ്ങൾ കുടുംബത്തോടും പാർട്ട്ണറിനോടും അതേപോലെ തന്നെ അധികാര സ്ഥാനങ്ങളോടും ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ എത്തിയിട്ട് ഉത്തരവാദിത്തം നിഷേധിച്ചതിൻ്റെ ഫലമായി ഈ ജന്മം പ്രായത്തിൽ കവിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. അത് കുടുംബത്തിൻ്റെ ആവാം, സമൂഹത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ ജോലിയുടെ ആവാം. എന്തു തന്നെ ആയാലും ഈ ഉത്തരവാദിത്തങ്ങൾ പരാതികളില്ലാതെ ഈശ്വര സമർപ്പണത്തോടുകൂടി ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് പരാതികളില്ലാതെ നിറവേറ്റുന്നതിലൂടെ ഇവർക്ക് തങ്ങളുടെ പൂർവജന്മ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇത് മനസ്സിലാവുന്നത് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. കാരണം മനസ്സിലാവേണ്ട സാഹചര്യത്തിലേക്ക് കാലം അവരെ കൊണ്ടുവന്ന് എത്തിക്കും. വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ, ബുദ്ധി കൊണ്ടെങ്കിലും മനസ്സിലാക്കിയാൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തരണം ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് അഹംഭാവത്തെ അതിജീവിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ ഇവരുടെ വേദം ഓതുക എന്ന് പറയുന്നത് പോത്തിനോട് വേദം ഓതുന്ന പോലെയാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു 3-4 പേരുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരുമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യവും കരുതലുമൊക്കെയാണ്. ഞാൻ രക്ഷപ്പെടുന്നതിലൊക്കെ വർഷങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്നവരുമൊക്കെയാണ്. പക്ഷെ അവരുടെ ചില കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വലിയ പാടാണ്. പിന്നെ നമ്മളോട് അങ്ങ് ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പക്ഷെ കാലക്രമേണ ഈ അടുത്ത സമയത്ത് ഒരു നിയോഗം പോലെ ഈ അടുത്ത സമയത്ത് ഈ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത്, കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് തന്നെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അപ്പം നീ അന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അതിൻ്റെ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളൊരിത് വന്നപ്പം അതും കൂടി ഞാൻ ഇതിനകത്ത്, അന്ന് 10 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പമാണ്, ഇപ്പം പ്രായമായി. അപ്പം അന്നത് പറഞ്ഞപ്പം എന്നോട് വിരോധമാണ് തോന്നിയത്. അപ്പം നമ്മൾ ആ നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടും കണ്ട അനുഭവം വെച്ചിട്ടുമാണ് അന്നത് പറഞ്ഞത്. ഇന്ന് അതൊരു കാലമെടുക്കും ചിലത് തിരിച്ചറിയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു 40+ ഒക്കെ ആയപ്പം അവരുടേതായ ഒരു തിരിച്ചറിവിലേക്ക് വരികയും ചെയ്തു. അത് പറഞ്ഞു തുടയ്ക്കുമ്പോൾ നല്ല മഴയും പെയ്യുന്നു. അപ്പോൾ ആ പെയ്തൊഴിഞ്ഞ് കഴിയുമ്പം ആണ് തിരിച്ചറിവ് വരുന്നത് എന്നുള്ളതിൻ്റെ പ്രകൃതിയുടെ ഒരു സൂചനയായിട്ടും നിമിത്തമായിട്ടും നമുക്കിത് എടുക്കാം. അപ്പം ഇന്ദ്രൻ്റെ അഹംഭാവവും മോശമാവുന്ന സമയത്ത് അമിതമായ ആസക്തി കൊണ്ടുണ്ടാവുന്ന ഇന്ദ്രൻ്റെ അഹംഭാവവും വൃശ്ചിക രാശിയുടെ തീവ്രതയും
ബുധൻ്റെ ബുദ്ധിയും ചേരുമ്പം അപകടകരമായ ഒരു വ്യക്തിത്വം ഇവർക്ക് രൂപപ്പെടാം. ഈ ജന്മത്തിൽ തങ്ങളുടെ ആ ഓവർ ഈഗോയെ മനസ്സിലാക്കി നിയന്ത്രിച്ച് വിനയവും സഹാനുഭൂതിയും വളർത്തിയെടുക്കുക എന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ആത്മീയ വെല്ലുവിളി. സോൾ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെല്ലുവിളിയെ അതിജീവിക്കുമ്പോൾ മാത്രമേ ശ്രേഷ്ഠയായി മാറുകയുമുള്ളൂ എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനിയും 6-ാം ഭാവത്തിൻ്റെ നക്ഷത്രമായി 6-ാം ഭാവബന്ധത്തോടു കൂടിയിട്ടുള്ള നക്ഷത്രമായി ജ്യേഷ്ഠ വന്നാൽ എന്തായിരിക്കും ഫലം എന്നും കൂടി നോക്കാം. വൃശ്ചികൻ രാശിയിൽ 16 ഡിഗ്രി 40 മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ്. ജ്യേഷ്ഠ നക്ഷത്രത്തിന് കാൽദോഷമുള്ള നക്ഷത്രമാണ്, പാദദോഷമുള്ള നക്ഷത്രമാണ്. അവസാന പാദം ഗണ്ഡാന്തവുമാണ്, നക്ഷത്ര ഗണ്ഡാന്തമാണ്. അതുകൊണ്ട് തന്നെ 18ാമത്തെ നക്ഷത്രമാണ്. നക്ഷത്രാധിപൻ ബുധനുമാണ്. ബുധൻ്റെ എല്ലാ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിനും കേതുവിൻ്റെ എല്ലാ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിനുമാണ് നക്ഷത്ര ഗണ്ഡാന്തമുള്ളത്. അത് ഓർത്ത് വെച്ചോളുക. നാക്കിൽ ഉണ്ടാകുന്ന മുറിവുകൾ, രസനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, രുചിക്കുറവ്, ഗർഭാശയ രോഗങ്ങൾ, ബീജദോഷങ്ങൾ, യോനീരോഗങ്ങൾ, ലൈംഗിക ബുദ്ധിമുട്ടുകൾ, ലൈംഗിക രോഗങ്ങൾ, സ്ത്രീകൾക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള വെള്ളപോക്ക് പോലുള്ള രോഗങ്ങൾ, രക്തസ്രാവം, അർശസ്, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, കൈകളിലും തോളുകളിലും ഉണ്ടാകുന്ന നീര്, വേദന, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അതിൽ നിന്നുണ്ടാവുന്ന ട്രോമാസ്, ഇത്രയൊക്കെയാണ് മെയിനായിട്ടും തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രോഗം എന്ന് പറയുന്നത്. ദുഃഖമാണല്ലോ രോഗം, കടമാണല്ലോ രോഗം. ഇതിനെയൊക്കെ സായണാചാര്യൻ രോഗമായിട്ടാണ് പറഞ്ഞത്. 6th ഹൗസ് കണക്ഷൻസ് വരുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള അനവധി കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നാവ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ അവയവം നാക്കാണ്. നാവ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കർമ്മദോഷത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കാം. അതിന് വേണ്ട ക്ഷേത്രങ്ങളും നമുക്ക് നോക്കാം. മെർക്കുറിയാണല്ലോ, അംബർല, കുടയാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ത്രയംബകേശ്വർ ക്ഷേത്രം, ഒന്ന് മഹാരാഷ്ട്രയിലുള്ള ത്രയംബകേശ്വർ ക്ഷേത്രം എന്ന് പറയുന്ന തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒരു ക്ഷേത്രമാണ്. ധൂമാവതി ക്ഷേത്രം, കാമാഖ്യയിൽ ധൂമാവതി സ്ഥാനവും ഇതിൻ്റെ ഒരു പ്രധാന ക്ഷേത്രമായിട്ട് പറയുന്നുണ്ട്. അതായത് കാമാഖ്യയിൽ ദശമഹാവിദ്യകളുടെ സ്ഥാനമുണ്ട്. തന്ത്രത്തിൻ്റെ അമ്മത്തൊട്ടിലായിട്ടാണ് കാമാഖ്യ ക്ഷേത്രത്തെ പറയുന്നത്. ശക്തികൂടങ്ങളിൽ കാളികെട്ട് പോലെ, താരാപീഠം പോലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കാമാഖ്യ. ഇപ്പം പണ്ട് ഞാനൊക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് അധികം ആൾക്കാർ അങ്ങനെ പോവില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പം ഭഗവതിയുടെ അവിടെ ധൂമാവതി സ്ഥാനമുണ്ട്, ധൂമാവതി സ്ഥലമുണ്ട്, മഹാവിദ്യയാണ്. അതും ജ്യേഷ്ഠ നക്ഷത്രത്തിൻ്റെ ഡെപ്റ്റിനെ റിലീസ് ചെയ്യുന്ന, ക്ലെൻസ് ചെയ്യുന്ന, റിഫൈൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് എന്നുള്ളതാണ്. അവിടുത്തെ എനർജി അവിടെ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് മാറ്റം വരികയും ചെയ്യും. ഈ തമിഴ്നാട്ടിലും നക്ഷത്ര ക്ഷേത്രങ്ങളിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രമായിട്ടുള്ളത് വരദരാജ ക്ഷേത്രമാണ്. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ, കാഞ്ചീപുരത്ത് വരദരാജ ക്ഷേത്രം. ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ, പോയിട്ട് വന്നിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്, ഒന്ന് പോയി കാണേണ്ട ക്ഷേത്രമാണ്. അതിബൃഹത്തായിട്ടുള്ള ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് അതിനകത്ത്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഭഗവാൻ അവിടെ ജലത്തിനടിയിലാണ് ഇരിക്കുന്നത്. 40 വർഷം കൂടുമ്പോഴാണ് ഭഗവാന്റെ വിഗ്രഹം ജലം മാറി പുറത്തേക്ക് വരുന്നത്. വളരെ വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. മഹാലക്ഷ്മിയൊക്കെ ഉണ്ട്, വരദരാജ പെരുമാൾ, നല്ല രസം ഭഗവാന്റെ മുഖം കാണാൻ. ഇങ്ങനെ കയറി മേളിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ കുത്തനെ നിന്ന് നോക്കണം, ഇത്ര വലിയൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒരു പല്ലി,
ചന്ദ്രനുമൊക്കെയുള്ള ആരാധിക്കുന്ന ഒരു സ്പേസും കൂടി അവിടെയുണ്ട്. വരദരാജ പെരുമാൾ ക്ഷേത്രം എന്ന് പറയുന്നത് കാഞ്ചീപുരത്ത് കണ്ടിരിക്കേണ്ട 108 വിഷ്ണു തിരുപ്പതികളിൽ, ലോകത്തുള്ള 108 വിഷ്ണു തിരുപ്പതി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വൈഷ്ണവരും പോകുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് എന്നുള്ളത്. അപ്പം കാഞ്ചീപുരം വരദരാജ ക്ഷേത്രം തന്നെയാണ്. അതുപോലെ തന്നെ തഞ്ചാവൂരിനടുത്തുള്ള ഒരു പശുപതി കോവിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ 2 ക്ഷേത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ക്ഷേത്രം. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാവട്ടെ. നല്ല കാര്യങ്ങൾ പറഞ്ഞത് എടുക്കുക, മോശം കാര്യം പറഞ്ഞത് അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ തള്ളിക്കളയുക, മുന്നോട്ട് പോവുക, ഈശ്വരനെ ശരണം പ്രാപിക്കുക. നല്ലത് വരട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമസ്കാരം.